പള്ളിയിൽ ദുർഗന്ധമുണ്ടാക്കരുത് എന്ന് പ്രവാചകൻ പ്രത്യേകം പറയുകയുണ്ടായി. ജാബിർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല മൻ നകല സൗമ വൽ ബസല വൽ ഖുറാസ ഫലാ യഖ്റുബന്ന മസ്ജിദനാ ഫഇന്നൽ മലായികത തതഅസ്സാ മിമ്മാ യതഅസ്സാ മിൻഹു ബനു ആദം. റസൂലുള്ളാഹി പറയാൻ, ആരെങ്കിലും വെളുത്തുള്ളി കഴിച്ചാൽ, വെളുത്തുള്ളി, വൽ ബസൽ സാധാരണ ചുവന്ന ഉള്ളി, വൽ ഖുറാസ് ഉള്ളിയുടെ തന്നെ വേറൊരു ഐറ്റമാണ്. ഇങ്ങനെ 3 തരം ഉള്ളികൾ റസൂലുള്ളാഹി പറഞ്ഞു. ഉള്ളിയുടെ എല്ലാ വിഭാഗത്തെയും പറഞ്ഞു. അതാരെങ്കിലും ഭക്ഷിച്ചാൽ ഫലാ യഖ്റുബന്ന മസ്ജിദന, നമ്മുടെ പള്ളിയിലേക്ക് അവൻ അടുക്കരുത്. എന്താ കാരണം? ഫൈനൽ മലായികത, മലായികത്തുകൾ, ജമാഅത്തിന് പങ്കെടുക്കുന്ന മലക്കുകൾ, തതഅസ്സാ അവർക്ക് ബുദ്ധിമുട്ടാണ്, അവർക്ക് വിഷമമാണ്, മിമ്മാ യതഅസ്സാ മിൻ ബനു ആദം മനുഷ്യ മക്കൾക്ക് വിഷമുണ്ടാക്കുന്ന ഗന്ധങ്ങളെല്ലാം മലക്കുകൾക്കും വെറുപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ പള്ളികളിൽ വരരുത് പ്രവാചകൻ പറഞ്ഞു. ഉള്ളി കഴിക്കുന്നവരോട് നബി പറഞ്ഞു, ആ ഉള്ളിയുടെ മണം പോക്കാനുള്ള പ്രവർത്തനം നിങ്ങൾ ചെയ്യണം, ആ ഉള്ളിയെ കൊല്ലണം എന്ന് പറഞ്ഞു. ഇങ്ങനെ കൊല്ലൽ ചോദിച്ചപ്പോൾ വേവിക്കലാണ് എന്നാ റസൂലുള്ളാഹി പറഞ്ഞു. വേവിച്ച് തിന്നാൽ കൂടുതൽ മണം ഉണ്ടാവില്ല, പച്ചയായിട്ട് തിന്നാലാണ് ദുർഗന്ധമുണ്ടാവുക. അപ്പൊ നബി ഒരു പ്രത്യേക കാരണം എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിനോട് താരതമ്യപ്പെടുത്തി എല്ലാം നമ്മൾ മനസ്സിലാക്കണം. ജനങ്ങൾക്ക് വെറുപ്പുണ്ടാകുന്ന ഒരു മണമായിട്ട് പള്ളിയിൽ പോകരുത്. അപ്പൊ മുസൽമാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ വൃത്തി ഉണ്ടാവണം, കഴിയുന്നതും സുഗന്ധം ഉപയോഗിക്കണം, തന്റെ സ്വത്തിൽ നിൽക്കുന്ന ആൾ ഛർദ്ദിക്കാൻ ഇടവരരുത്, അയാൾക്ക് നിസ്കാരത്താകെ പശ്ചാത്താകുന്ന രൂപത്തിൽ മണം ഉണ്ടാവരുത്. നമുക്കൊക്കെ നമ്മളെ വിയർപ്പ് ചിലപ്പോൾ സുഗന്ധമായിരിക്കും, വേറൊരുത്തന്റെ വിയർപ്പ് സുഗന്ധമല്ലല്ലോ. അതുകൊണ്ട് പള്ളിയിൽ പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കണത്, പ്രത്യേകിച്ച് ഈ കക്ഷത്തിന്റെ ഭാഗത്തുള്ള വിയർപ്പാണ് ഇങ്ങോട്ട് വമിച്ചു വരിക. അതുകൊണ്ട് തന്നെ വൃത്തിയായി സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് വേണം ആളുകൾ കൂടുന്ന സദസ്സുകളിലേക്ക് നമ്മൾ പോകാൻ. പള്ളികളിൽ ജമാഅത്തിന് പോകുമ്പോൾ പ്രത്യേകിച്ചും വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിൽ പോകരുത്, വൃത്തി ഉണ്ടാകണം. അതേപോലെ തന്നെയാണെന്ത്, ജനങ്ങൾക്ക് വെറുപ്പുണ്ടാകുന്ന ഉള്ളിയുടെ കാര്യമാണ് പറഞ്ഞത്. അനുവദനീയമായ ഉള്ളിയുടെ കാര്യം, അനുവദനീയമല്ലാത്ത സിഗരറ്റിന്റെയും പുകവലിയുടെയും കാര്യമോ ഇതിനോട് താരതമ്യപ്പെടുത്തേണ്ടതാണ്. ഇബ്നു ബാസ് മക്കയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, പുകവലിക്കുന്ന ആൾക്കാരും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇതിനേക്കാൾ ഗൗരവമാണ് പള്ളിയിൽ വരരുത്. അനുവദനീയമായ ഒരു ഭക്ഷണപാനീയം കഴിച്ചതിന്റെ പേരിൽ ദുർഗന്ധമുണ്ടെങ്കിൽ പള്ളിയിൽ വരരുതെന്ന് പറഞ്ഞെങ്കിൽ, ഇസ്ലാമിൽ എന്തുകൊണ്ടും തെറ്റായിട്ടുള്ള ലോകത്തുള്ള ഈശ്വരവിശ്വാസികളും അല്ലാത്തവരുമൊക്കെ അതുകൊണ്ട് മനുഷ്യന് ഏറ്റവും കൂടുതൽ ദ്രോഹമാണെന്ന് വിധി എഴുതിയിട്ടുള്ള എല്ലാവരുടെയും ഓക്സിജനെയും ശ്വസിക്കുന്ന വായുവിനെയും മലിനപ്പെടുത്തുന്ന വൃത്തികേടിന്റെ ആ സാധനം ഉപയോഗിക്കുന്നവൻ പള്ളിയിൽ വരാൻ പാടില്ല എന്നതിന് വേറെ വല്ല മസ്ലി ആവശ്യമുണ്ടോന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശരിയല്ലേ? ഹറാമാണോ അല്ലേ എന്നല്ല നമ്മൾ പറയുന്നത്. ഒരുപക്ഷെ ഹറാമായിരിക്കാം. കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകൻ എല്ലാ ഹദീസത്തുകളെയും ഹറാമാക്കിയിട്ടുണ്ട് എന്ന്. ഇവിടെ കാലത്ത് പുകവലില്ലാത്തതുകൊണ്ട് പുകവലി ഹറാമാണ്, സീജാറത്ത് ഹറാമാണെന്ന് ഹദീസ് കാണൂല. പക്ഷെ ആ പറഞ്ഞിട്ടുള്ള ഹറാമാക്കാൻ കാരണമായിട്ടുള്ള പല കാരണങ്ങളും അതിലില്ലേ? ലോകത്ത് ആരെങ്കിലും പറഞ്ഞോ? അത് നിർമ്മിക്കുന്നവൻ വരെ അതിന്റെ പാക്കറ്റിൽ എഴുതി വെക്കണ്ടേ, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത് എഴുതി വെക്കണ്ടേ? അറബിയിൽ ഇവിടെ എഴുതി വെക്കുന്നു, സർത്താൻ ഉണ്ടാകും, ക്യാൻസർ ഉണ്ടാകും, കരൾ രോഗം ഉണ്ടാകും, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകും, ഇത് അപകടമാണ് എല്ലാ പരസ്യത്തിലൂടെ എഴുതി വെക്കണം. അതിങ്ങനെ നോക്കിയിട്ട് തന്നെയാണ് എടുത്തിട്ട് വലിക്കുന്നത്. അപ്പൊ എല്ലാവരും മതവിശ്വാസികളും അല്ലാത്തവരും തലയിൽ ബുദ്ധിയുള്ള എല്ലാ മനുഷ്യന്മാരും ഡോക്ടർമാരും ഒക്കെ അംഗീകരിച്ചു, ഇതുകൊണ്ട് ബുദ്ധിമുട്ടല്ലാതെ ഉപകാരമൊന്നുമില്ല. എങ്കിൽ പിന്നെ ആ സാധനം ഒഴിവാക്കാൻ നമുക്ക് മടി കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഉപയോഗിച്ചുകൊണ്ട് ഇതിങ്ങനെ പുകവലിക്കുന്നു, വർത്താനം പറയുമ്പോൾ തന്നെ നമുക്ക് വേദാണ്. അവൻ കൈ തരുമ്പോൾ ടൈക്കറ്റ് കൊടുക്കാൻ വരെ നമുക്ക് മടി. തൊട്ടോടത്തൊക്കെ മാത്രം ഉണ്ടാവും, എല്ലായിടത്തും മണം ഉണ്ടാവും. ഒരു ലിഫ്റ്റിക്കാരി ആരെങ്കിലും പുകവലിച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ചാണ്ട് ഇറങ്ങിയിട്ട് കന്തൂറ മണം നോക്കി അതും സിഗരറ്റിന്റെ മണാണ്. അത്ര മാത്രം ഇത് ദുർഗന്ധം ഉണ്ടാക്കുന്ന സാധനം. ശ്വസിക്കുന്നവൻ വലിക്കുന്നവൻ മാത്രമല്ല, മറ്റുള്ള എല്ലാവരുടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെയും ഓശാരല്ലാതെ അവന്റെ നിഅമത്തായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ശ്വസിക്കുന്ന ഓക്സിജൻ. അതൊന്നാണ് ഉപയോഗിക്കേണ്ട വില അറിയണമെങ്കിൽ മൂക്കൊരിത്തിരി ഏതാണ് പൊത്തിപ്പിടിച്ചാൽ അറിയാം ഓക്സിജന്റെ വില. വെള്ളത്തിൽ ഒരിത്തിരി നേരം മുങ്ങിക്കിടന്നാൽ അറിയാം ഓക്സിജന്റെ വില. വില കൊടുത്താൽ കിട്ടാത്ത മനുഷ്യന് അല്ലാഹു തആല പ്രത്യേകമായി നൽകിയിട്ടുള്ള അന്തരീക്ഷത്തിൽ നിറച്ചു വെച്ചിട്ടുള്ള ശുദ്ധമായ ഓക്സിജനെ മലിനപ്പെടുത്തി കളങ്കപ്പെടുത്തുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. വെള്ളത്തിൽ മാലിന്യപ്പെടുത്തിയാൽ അവന് ശിക്ഷയുണ്ട്. പക്ഷേ ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ മാലിന്യം ഊരിവിടുന്നവന് ശിക്ഷയില്ലെങ്കിലും പടച്ചതമ്പുരാന്റെ കോടതിയിൽ അവൻ രക്ഷപ്പെടുന്നുള്ളതിന് കാരണങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു ഒഴിവാക്കപ്പെടേണ്ടുന്ന കാര്യം. ഹറാമോ ഹലാലോ എന്നുള്ളത് വേറെ വിഷയം. എല്ലാവർക്കും ദ്രോഹമാണെങ്കിൽ അത് വേണ്ടാത്തൊരു കാര്യമാണ്. ആരും അത് നല്ലതാന്ന് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് ഈ ഉള്ളിയുടെ കാര്യം പുക വലിച്ചുകൊണ്ട് ആ നാറുന്ന വായും കയ്യായിട്ട് പള്ളിയിൽ പോകരുത്. അപ്പൊ അത് ഒഴിവാക്കണം. 5 നേരം പള്ളിയിൽ പോകണവന് പിന്നെ അത് വലിക്കുമ്പോൾ പിന്നെ അത് ഒഴിവാക്കില്ല നിർവാഹനം. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നു, കാലും മുരടുന്ന സോക്സ് വൃത്തികേടുണ്ടെങ്കിൽ പള്ളിയിൽ പുറത്ത് ഊരി വെച്ചിട്ടേ പള്ളിയിൽ കയറാവും.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര തവണ സുജൂദ് ചെയ്യുമ്പോൾ നമുക്ക് മൂക്കുപൊത്ത് സുജൂദ് ചെയ്യേണ്ടി വരാറുണ്ട്. എന്താ കാരണം? ചില മനുഷ്യന്മാരെ സോക്സ് ചവിട്ടി നിന്ന സ്ഥാനം ഒരു 5 നേരത്തെ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞാലും ആ വൃത്തികെട്ടമാണ് അവിടുന്ന് പോകില്ല. കാലിന്റെ സോക്സ് എന്ന് പറഞ്ഞാൽ അത് വിയർപ്പ് കൊണ്ട് ഒഴുകിയാൽ ഒരു പ്രത്യേകമാണ്. ഒരു ഭാഗത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ ഛർദ്ദിച്ചു പോകും. അങ്ങനത്തെ സോക്സുമായിട്ടാണ് പള്ളിയിൽ കയറും. പാടില്ല. ഇതേ കാരണം അനുവദനീയമായിട്ടുള്ള ഈ വക കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തെങ്കിൽ നബി കാരണം പറഞ്ഞത് എന്താണ്? അത് ഉള്ളിയായതുകൊണ്ടല്ല. ഇന്നൽ മലായികത, പടച്ചതമ്പുരാന്റെ പരിശുദ്ധരായിരിക്കുന്ന മലക്കുകൾ ബനുവാദം, ആദമിന്റെ മക്കൾക്ക്, മനുഷ്യപുത്രന്മാർക്ക് വെറുപ്പുള്ളതെല്ലാം അവർക്കും വെറുപ്പാണ്. അതുകൊണ്ട് പള്ളിയിൽ വൃത്തികേടുമായിട്ട് പോകാൻ പാടില്ല. എപ്പോഴും പള്ളി സുഗന്ധപൂരിതമായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്.